എല്ലാവർക്കും നമസ്കാരം. ക്രിസ്മസ് പരീക്ഷ കഴിയുമ്പോൾ 7ാം ക്ലാസ്സിൻ്റെ പാഠഭാഗം ആരംഭിക്കുന്നത് 8ാമത്തെ പാഠമാണ്. അഷ്ടമഹാപാഠഃ പരീക്ഷണാനാം സമ്രാട്ട് എന്ന പാഠമാണ്. ആ പാഠത്തിൻ്റെ ആശയം, അതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഈ പാഠത്തിലേക്കുള്ള ലിങ്ക് ആക്ടിവിറ്റി പേജ് നമ്പർ 57 തൊട്ടു മുമ്പിലത്തെ പാഠത്തിൻ്റെ അവസാനം കാണാം. ഉദ്യമേന ഹി സിദ്ധ്യന്തി കാര്യാണി ന മനോരഥൈഹി എന്ന സൂക്തിയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഉദ്യമേന ഹി സിദ്ധ്യന്തി കാര്യാണി ന മനോരഥൈഹി. പരിശ്രമം കൊണ്ടാണ് കാര്യങ്ങൾ സിദ്ധിക്കുന്നത്, നമ്മുടെ ദിവാസ്വപ്നങ്ങൾ കൊണ്ടല്ല. അല്ലാതെ വെറുതെ ഇരുന്ന് കിനാവ് കാണുന്നതുകൊണ്ട് ഒരു കാര്യങ്ങളും നടക്കാൻ പോകുന്നില്ല. പ്രവർത്തനം അല്ലെങ്കിൽ കഠിനാധ്വാനം കൊണ്ടാണ് നമുക്ക് പലതും നേടിയെടുക്കാൻ സാധിക്കുന്നത് എന്നാണ് ഈ ഉക്തിയുടെ അർത്ഥം. ഈ ഒരു ഉക്തി ഇവിടെ കൊടുക്കാൻ കാരണം, നമ്മൾ പഠിക്കാൻ പോകുന്ന പാഠം തോമസ് ആൽവാ എഡിസനെ കുറിച്ചാണ്. അദ്ദേഹം എത്ര പ്രയത്നശാലിയായിരുന്നു, അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനം എത്രത്തോളം ഉണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ മഹത്വം എന്താണെന്നെല്ലാം ആ പാഠം നമ്മെ മനസ്സിലാക്കി തരും. അപ്പോൾ ആ പാഠത്തെ പരിചയപ്പെടുത്താൻ, അല്ലെങ്കിൽ കഠിനാധ്വാനത്തിൻ്റെ മേന്മ എന്തെന്നൊക്കെ ഒരു ചർച്ച ചെയ്തിട്ട് അതിലേക്ക് കടക്കാൻ വേണ്ടിയിട്ടാണ് ഈ ലിങ്ക് ആക്ടിവിറ്റി ഇവിടെ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, പേജ് നമ്പർ 58 പാഠം ആരംഭിക്കുകയാണ്. അഷ്ടമഹാപാഠഃ പരീക്ഷണാനാം സമ്രാട്ട്. 8ാമത്തെ പാഠം പരീക്ഷണങ്ങളുടെ സമ്രാട്ട് അല്ലെങ്കിൽ ചക്രവർത്തി. രാജാക്കന്മാരുടെ രാജാവാണ് ചക്രവർത്തി എന്ന് പറയുന്നത്. അപ്പോൾ പരീക്ഷണങ്ങളുടെ ചക്രവർത്തി എന്ന വിളിപ്പേരുള്ള തോമസ് ആൽവാ എഡിസനെ കുറിച്ചുള്ളൊരു പാഠമാണ്. ആമുഖമായിട്ട് അവിടെ ഒരു പുഷ്പം കൊടുത്തിട്ടുണ്ട്. പുഷ്പത്തിൽ 6 ദളങ്ങളാണുള്ളത്. 3 ദളങ്ങളിൽ പേരുകൾ എഴുതിയിട്ടുണ്ട്. ആൽബർട്ട് ഐൻസ്റ്റീൻ, രാമാനുജഹ, സി വി രാമൻ. 3 ശാസ്ത്രജ്ഞന്മാരുടെ പേരാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. എന്താണ് അവിടെ പറയുന്നത് നമുക്ക് നോക്കാം. ഛാത്രാഹ പുഷ്പദളേഷു ഇതരേഷാം ശാസ്ത്രകാരാണാം നാമാനി ലിഖന്തു. കുട്ടികളെ, വിദ്യാർത്ഥികളെ, പുഷ്പദലങ്ങളിൽ മറ്റുള്ള ശാസ്ത്രജ്ഞന്മാരുടെ പേരുകൾ എഴുതാനാണ് പറയുന്നത്. നിങ്ങൾക്കറിയാവുന്ന മറ്റു ശാസ്ത്രജ്ഞന്മാരുടെ പേരുകൾ എഴുതൂ. തേഷു കസ്യചിത് ഏകസ്യ ശാസ്ത്രകാരസ്യ യോഗദാനമധികൃത്യ ചർച്ചാം കുർവന്തു. ഈ 6 ദളങ്ങളിലും എഴുതിയിരിക്കുന്ന ഏതെങ്കിലും ഒരു ശാസ്ത്രജ്ഞനെ കുറിച്ചിട്ട് എന്ത് ചെയ്യുക, അദ്ദേഹത്തിൻ്റെ യോഗദാനം, അതായത് അദ്ദേഹത്തിൻ്റെ സംഭാവനകളെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ് പറയുന്നത്. അത് മലയാളത്തിലും അതിനുശേഷം ചെറിയ ചെറിയ സംസ്കൃത വാക്കുകളിലൊക്കെ ആ ചർച്ച നീണ്ടുപോകട്ടെ. നിങ്ങൾക്ക് ഏത് ശാസ്ത്രജ്ഞന്മാരുടെ പേര് വേണമെങ്കിലും എഴുതാം. ഞാൻ ഒരു മാതൃക ഇവിടെ കാണിക്കുകയാണ്. APJ അബ്ദുൽ കലാം എന്നൊരു ദളത്തിലും ഐസക് ന്യൂട്ടൻ എന്ന മറ്റൊരു ദളത്തിലും JC ബോസ് എന്ന മറ്റൊരു ദളത്തിലും ഞാൻ എഴുതിയിട്ടുണ്ട്. ഇത്തരത്തിൽ ഈ മാതൃക പോലെയാണ് നിങ്ങൾ ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ള ശാസ്ത്രജ്ഞന്മാരുടെ പേരുകൾ ചേർത്തുകൊണ്ട് ആ പ്രവർത്തനം പൂർത്തീകരിച്ചിട്ട് ചർച്ച നടത്തുക. ചർച്ചയിൽ ആളുടെ സംഭാവനകളെക്കുറിച്ചാണ് നമ്മൾ പറയേണ്ടത്. ഞാനൊരു മാതൃക മലയാളത്തിൽ കൊടുക്കുന്നുണ്ട്, അത് നമുക്കൊന്ന് നോക്കാം. സി വി രാമൻ ജനിച്ചത് 1888 നവംബർ 7 തിരുച്ചിറപ്പള്ളി, തമിഴ്നാട്ടിലാണ് ജനിച്ചത്. മരണം 1970 നവംബർ 21. 20ാം നൂറ്റാണ്ടിലെ ലോക പ്രശസ്തരായ ഭാരതീയ ശാസ്ത്രജ്ഞരിൽ പ്രമുഖനാണ് ചന്ദ്രശേഖര വെങ്കട്ടരാമൻ എന്നറിയപ്പെടുന്ന സി വി രാമൻ. രാമൻ പ്രഭാവം അല്ലെങ്കിൽ രാമൻ ഇഫക്റ്റ് എന്ന കണ്ടെത്തലിന് 1930 ഭൗതിക ശാസ്ത്രത്തിലെ നോബൽ സമ്മാനത്തിന് അർഹനായി. ഫിസിക്സിൽ ആദ്യമായി നോബൽ സമ്മാനം നേടുന്ന ഏഷ്യക്കാരനുമാണ് ഇദ്ദേഹം. കൂടാതെ ഭാരതരത്ന, ലെനിൻ സമാധാന സമ്മാനം എന്നിവ ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഈ രാമൻ ഇഫക്റ്റ് എന്താണെന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാനിതിൻ്റെ കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്കത് നോക്കി മനസ്സിലാക്കാവുന്നതാണ്. ഇത്തരത്തിലാണ് ഒരു ചർച്ച നീണ്ടുപോകേണ്ടത്. തുടർന്ന് പാഠഭാഗത്തിൻ്റെ ആമുഖം അവിടെ കാണാൻ സാധിക്കും. വിശ്വസ്യ പ്രഗതേഹി ആധാരം ഭവതി ശാസ്ത്രം. ലോകത്തിൻ്റെ പുരോഗതിക്ക് ആധാരമാണ് ശാസ്ത്രം എന്ന് പറയുന്നത്, സയൻസ്. ശാസ്ത്രമിതം ലോകെ വിദ്യമാനാനാം സർവേഷാം പരിണാമാനാം നിദാനം ഭവതി. ഈ ശാസ്ത്രമാണ് ലോകത്തിൽ ഇപ്പോഴുള്ള എല്ലാ മാറ്റങ്ങൾക്കും കാരണമായിട്ടുള്ളത്. ശാസ്ത്ര അഭിരുചി ഇതോ അഭിവർദ്ധനീയ ഏവ. ശാസ്ത്രത്തോടുള്ള താല്പര്യം ഇനിയും വർദ്ധിക്കേണ്ടത് ഉണ്ട്. മാനവാനാം പ്രഗത്യർത്ഥം കൃതപ്രയത്നാഹ ഭവന്തി ശാസ്ത്രമണ്ഡലേ അസ്മിൻ പ്രശോഭിതാഹ ശാസ്ത്രകാരാഹ. മനുഷ്യരുടെ ഉന്നതിക്ക് വേണ്ടി, പുരോഗതിക്ക് വേണ്ടി പ്രയത്നിക്കുന്നവരാണ് ശാസ്ത്രമണ്ഡലത്തിലുള്ള ഈ പ്രശോഭിക്കുന്ന ശാസ്ത്രകാരന്മാർ. ഇവരെ പോലെയുള്ള ശാസ്ത്രജ്ഞന്മാർ മനുഷ്യൻ്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് കഠിന പ്രയത്നം ചെയ്യുന്നവരാണെന്നാണ് അതിൻ്റെ അർത്ഥം. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തോമസ് ആൽവാ എഡിസൻ്റെ ജീവിതം എങ്ങനെയായിരുന്നു, അദ്ദേഹത്തിൻ്റെ ചില മാതൃകകളൊക്കെ നമുക്ക് ഈ പാഠത്തിൽ വായിച്ചറിയാൻ സാധിക്കും. അറിയപ്പെടുന്നൊരു ശാസ്ത്രകാരനായിരുന്ന അദ്ദേഹം
അദ്ദേഹത്തിന് ജീവിതത്തിൽ മറ്റ് ചില പ്രത്യേകതകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഈ പാഠഭാഗത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പാഠത്തിലേക്ക് നമുക്ക് കടക്കാം. ഏകദാ അമേരിക്കാദേശസ്യ മിലൻ നഗരെ ജിജ്ഞാസുഃ കശ്ചന ബാലകः ആസീത്. ഒരിക്കൽ അമേരിക്കൻ നാട്ടിലെ മിലൻ നഗരത്തിൽ വളരെ കൗതുകശാലിയായ അല്ലെങ്കിൽ വളരെ അറിയാനുള്ള ആഗ്രഹമാണ് ജിജ്ഞാസ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള വളരെ താല്പര്യത്തിലുള്ള ആൻസൈറ്റിയുള്ളൊരു കുട്ടി, കശ്ചന ബാലകः, ഒരു ആൺകുട്ടി ഉണ്ടായിരുന്നു. അധ്യയനെ അസമർത്ഥോ അയം ബാലഹ, പഠിക്കാൻ മിടുക്കനല്ലാതിരുന്ന ഈ കുട്ടി മാതുഹു പ്രചോദനേന, അമ്മയുടെ പ്രചോദനം കൊണ്ട് ഉത്സാഹത്തോടെ ദിനാനി യാപയതി സ്മ, ദിനങ്ങൾ കഴിച്ചു വന്നു. ബാല്യാദേവ സഹ പ്രകൃതിം കൗതുകേന പശ്യനാസീത്, ചെറുപ്പത്തിൽ തന്നെ, കുട്ടിയായിരിക്കുമ്പോൾ തന്നെ അവൻ പ്രകൃതിയെ കൗതുകത്തോടെ നോക്കുമായിരുന്നു. സദാ ഭൂമിം പ്രകാശയൻ സൂര്യ തസ്യ വിസ്മയഹേതു അഭവത്, എപ്പോഴും ഭൂമിയെ പ്രകാശിപ്പിക്കുന്ന സൂര്യൻ അവൻ്റെ വിസ്മയഹേതു, അതായത് അവനെ ആശ്ചര്യപ്പെടാനുള്ള ഒരു വസ്തു തന്നെയായിരുന്നു സൂര്യൻ. വർദ്ധമാനഃ സൻ സഹ പ്രകാശം വീക്ഷ്യതേ സ്മ, വളർന്നപ്പോഴും അവൻ ആ പ്രകാശത്തിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരുന്നു. രാത്രോ സൂര്യ പ്രകാശം ന ദദാതി ഇത്യനേന സഹ അതീവ ദുഃഖിതഃ അഭവത്, രാത്രിയിൽ സൂര്യൻ പ്രകാശം തരുന്നില്ല എന്ന കാരണത്താൽ അവൻ വളരെ ദുഃഖിതനായി തീർന്നു. ഖിന്നമാനസഃ സഹ താം അവസ്ഥാം പരിഹർത്തും നിശ്ചിതവാൻ, വളരെ വിഷമിച്ച മനസ്സുള്ളവനായവൻ, ഖിന്നമാനസ് വെച്ച് കഴിഞ്ഞാൽ വളരെ വിഷമത്തോടുള്ള മനസ്സോടുകൂടി അവൻ ആ അവസ്ഥയെ പരിഹരിക്കാൻ നിശ്ചയിച്ചു. തദർത്ഥം പ്രയത്നശീലഃ സ്ഥിരോത്സാഹി ച അയം ബഹൂനി ശാസ്ത്രീയാണി പരീക്ഷണാനി അകരോത്, അതിനു വേണ്ടിയിട്ട് പ്രയത്നശീലനായ അദ്ദേഹം, സ്ഥിരോത്സാഹി കൂടിയായ അദ്ദേഹം വളരെയധികം ശാസ്ത്രീയ പരീക്ഷണങ്ങൾ ചെയ്തു. തഥാപി ഏകമപി പരീക്ഷണം ലക്ഷ്യപ്രദായകം ന അഭവത്, എന്നിട്ടും ഒരു പരീക്ഷണം പോലും ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേർന്നില്ല. അടുത്ത പേജിലേക്ക് വരാം. കിന്തു സഹ ആത്മവിശ്വാസേന സ്വസ്യ പരിശ്രമേ നിതരാം വ്യാപൃതോ അഭവത്, എന്നാൽ അദ്ദേഹം ആത്മവിശ്വാസത്തോടെ തൻ്റെ പരിശ്രമങ്ങളിൽ നിതരാം വ്യാപൃതോ, നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരുന്നു അല്ലെങ്കിൽ പ്രയത്നിച്ചുകൊണ്ടിരുന്നു, വ്യാപൃതനായി എന്നർത്ഥം. ഏകൈകോ അഭിപരാജയ നവീന ജ്ഞാന സോപാനം ഇതി സഹ അഗണയത്, ഓരോരോ പരാജയങ്ങളും പുതിയ അറിവ് നേടാനുള്ള ചവിട്ടുപടിയാണ് എന്ന് അദ്ദേഹം ചിന്തിച്ചു അല്ലെങ്കിൽ പരിഗണിച്ചു. അന്തേ വിജയാമൃതം സംപ്രാപ്തോ അയം ഗോളദീപകം ആവിഷ്കൃതവാൻ, അവസാനം ഒടുവിലായിട്ട് വിജയാമൃതം, വിജയത്തിൻ്റെ അമൃതം, സംപ്രാപ്തം കഴിഞ്ഞാൽ നേടിയെടുത്ത അയം ഗോളദീപകമേകം ആവിഷ്കൃതവാൻ, അദ്ദേഹം ഒരു ഗോളദീപകം, അതായത് ബൾബ് കണ്ടുപിടിച്ചു എന്നർത്ഥം. അനേന അതീവ സന്തുഷ്ട സഹ കാര്യമിതം ലോകാൻ ജ്ഞാപയിതും അചിന്തയത്, അതിനാൽ അനേന, ഈ കാരണത്താൽ, അതീവ സന്തുഷ്ട സഹ, അതീവ സന്തുഷ്ടനായ അദ്ദേഹം, കാര്യമിതം ലോകാൻ ജ്ഞാപയിതും, ഈ കാര്യം ലോകത്തെ അറിയിക്കാനായി, അചിന്തയത്, ഈ കാര്യം ലോകത്തെ അറിയിക്കണമെന്ന് ചിന്തിച്ചു. തദർത്ഥം വാർത്താപത്ര സമ്മേളനം ആഹ്വയത്, അതിനു വേണ്ടിയിട്ട് ഒരു പത്രവാർത്താ സമ്മേളനം വിളിച്ചുകൂട്ടി. അടുത്ത സെന്റൻസ് നോക്കൂ. നിതാന്ത പരിശ്രമേണ പ്രാപ്തം തം ഗോളദീപം, നിതാന്ത പരിശ്രമം എന്താണ്? വിശ്രമമില്ലാതെ നടത്തിയ പരിശ്രമത്തിലൂടെ നേടിയെടുത്ത ഗോളദീപം, ബൾബ്, സ്വസ്യ അനുചരസ്യ ഹസ്തേ, തൻ്റെ അനുയായിയുടെ കയ്യിൽ കൊടുത്തിട്ട് യഥാ സഹ കാര്യരതഃ, എപ്പോഴാണോ അദ്ദേഹം തൻ്റെ കാര്യങ്ങളിൽ മുഴുകിയത് അല്ലെങ്കിൽ തൻ്റെ പ്രവർത്തികളിൽ മുഴുകിയത്, തഥാ അപ്പോൾ, അവിചാരേണ പ്രതീക്ഷിക്കാതെ, അനുചരസ്യ ഹസ്താത്, അനുചരൻ്റെ കയ്യിൽ നിന്നും, അനുയായിയുടെ കയ്യിൽ നിന്നും, ഗളിതോ ഗോളദീപോ ഭഗ്നഃ, ഗളിതഃ എന്ന വാക്കിൻ്റെ അർത്ഥം പതിതഃ എന്ന പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്, വീണു എന്നാണ്, വീണത്. അപ്പോൾ ഗളിതഃ എന്നാണ് പറയേണ്ടത്. അപ്പോൾ ഗളിതോ, ഹസ്താത് ഗളിതോ, കയ്യിൽ നിന്ന് വീണ ഗോളദീപം, ഭഗ്നഃ, തകർന്ന് അല്ലെങ്കിൽ ഉടഞ്ഞു പോയി എന്നർത്ഥം, പൊട്ടിച്ചിതറിപ്പോയി. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, എത്രത്തോളം നാളിൻ്റെ കഠിന പരിശ്രമം കൊണ്ടുണ്ടാക്കിയൊരു ബൾബ്, 100ഓളം പരീക്ഷണങ്ങൾ ആ ബൾബിന് വേണ്ടി ചെയ്തു എന്നാണ് ചരിത്രം വിലയിരുത്തുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്തൊരു ബൾബ് ഇപ്പോൾ പൊട്ടിച്ചിതറിപ്പോയിരിക്കുകയാണ്. നമ്മളാണെങ്കിൽ ആ സമയത്ത് എന്ത് ചെയ്യും? എന്നാൽ എഡിസൺ എന്താ ചെയ്തത് നമുക്ക് നോക്കാം. അതിൻ്റെ അടുത്ത പാരഗ്രാഫിൽ അത് പറയുന്നുണ്ട്. തഥാ സ അനുചരഃ സഹ പ്രശാന്തചിത്തഃ സമ്മേളനം പരശ്വഃ ഭവിഷ്യതി ഇത്യുക്ത്വാ ഗൃഹം ഗതവാൻ. അപ്പോൾ സാനുചരഃ, അനുചരൻ്റെ കൂടെ, സഹ പ്രശാന്തചിത്തഃ സമ്മേളനം,
അതായത് അനുചരനെ മാറ്റി നിർത്താൻ അതായത് അദ്ദേഹത്തെ ചേർത്ത് നിർത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സപ്പോർട്ട് ചെയ്തെന്നർത്ഥം. സാനുചര അയാളെ പിരിച്ചു നിർത്താതെ അനുചരൻ്റെ കൂടെ നിന്നിട്ട് അദ്ദേഹം പറയുകയാണ് പ്രശാന്ത ചിത്തഹ സമാധാന ചിത്തനായിട്ട് നിന്നിട്ട് പറയുകയാണ് സമ്മേളനം പരശ്വഹ ഭവിഷ്യതി ഇത്യുക്ത്വ. എന്താ പറഞ്ഞത്? സമ്മേളനം നാളെ കഴിഞ്ഞ് ഉണ്ടാകും എന്ന് പറഞ്ഞിട്ട് ഗ്രഹം ഗതവാൻ വീട്ടിലേക്ക് പോയി. പ്രതിപാധനഃ സഹ, അടുത്ത സെൻറ്റൻസ് ആണ്. പ്രതിപാധനഃ സഹ, പ്രതിപാധനനായ, ഇത് വളരെ കഴിവുള്ള അദ്ദേഹം, ദിനാന്തരെ ഒരു ദിവസം കഴിഞ്ഞപ്പോൾ അന്യമേകം ഗോളദീപം സജ്ജീകൃത്യ, മറ്റൊരു ബൾബ് റെഡിയാക്കി കൊണ്ടുവന്നിട്ട് സമ്മേളനെ ലോകായ സമ്മേളനത്തിൽ ആളുകൾക്ക് വേണ്ടിയിട്ട് താം ആവിഷ്കൃതിയും ആ അദ്ദേഹം ഉണ്ടാക്കിയ രൂപീകരിച്ച സാധനം പ്രാദർശയത്, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ നിർമ്മിതിയെ അദ്ദേഹം പ്രദർശിപ്പിച്ചു. തദാനീമപി തസ്യ അനുചരസ്യ ആത്മവിശ്വാസ സംവർദ്ധനായ, അപ്പോൾ പോലും തൻ്റെ അനുചരൻ്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനായിട്ട് തസ്യൈവ കരേ ദീപം പ്രാതാത്, അദ്ദേഹത്തിൻ്റെ കയ്യിൽ തന്നെ ആ ബൾബ് കൊടുത്തു എന്നതാണ്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, നമ്മൾക്കൊക്കെ സാധിക്കുന്നൊരു കാര്യമാണ് അദ്ദേഹം ചെയ്തത്. അദ്ദേഹം തൻ്റെ കൂടെയുള്ളവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനായിട്ട് അദ്ദേഹത്തെ ശകാരിക്കാതെ, ചീത്ത പറയാതെ, ജോലിയിൽ നിന്ന് പുറത്താക്കാതെ അദ്ദേഹത്തിൻ്റെ കൂടെ അത്രത്തോളം ആത്മവിശ്വാസത്തോടുകൂടി അദ്ദേഹത്തെ ചേർത്ത് നിർത്തി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കരയിൽ തന്നെ, ഈ അനുചരൻ്റെ കയ്യിൽ തന്നെ ആ ദീപം പിറ്റേ ദിവസവും പ്രദർശിപ്പിക്കുന്ന ദിവസവും അദ്ദേഹം കൊടുത്തു എന്നാണ് പറയുന്നത്. അയമേവ മനീഷി ഭവതി പശ്ചാത് പരീക്ഷണാനാം സമ്രാട്ട് ഇതി വിശ്വവിഖ്യാത തോമസ് ആൽവ എഡിസൺ. ഈ ബുദ്ധിമാനായ ഇദ്ദേഹം തന്നെയാണ് പിന്നീട് പരീക്ഷണങ്ങളുടെ സമ്രാട്ടെന്ന് ലോകപ്രസിദ്ധനായി മാറിയ തോമസ് ആൽവ എഡിസൺ എന്ന് ഇവിടെ പാഠഭാഗത്ത് പറയുകയാണ്. ഞാൻ ഈ വീഡിയോയുടെ ആദ്യ ഭാഗത്ത് പറഞ്ഞതുപോലെ തന്നെ വെറും അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ബുദ്ധിയെക്കുറിച്ച് മാത്രമല്ല, അദ്ദേഹം മറ്റുള്ളവരെ എങ്ങനെ സപ്പോർട്ട് ചെയ്തു എന്നും കൂടി നമുക്ക് മനസ്സിലാക്കാം. ഈ പാഠത്തിൻ്റെ ഉപാശയം എന്ന് പറയുന്നത് ആത്മവിശ്വാസം എന്നാണ്. അത് ഇതിൻ്റെ ഒരു പ്രമേയം കൂടിയാണ്. അപ്പോൾ ഇങ്ങനെ ഈ പാഠഭാഗം അവസാനിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നടന്ന വലിയൊരു ചരിത്ര സംഭവമായിട്ടാണ് ഇതിനെ ചരിത്രം രേഖപ്പെടുത്തുന്നത്. ഇങ്ങനെ ഈ പാഠഭാഗം അവസാനിക്കുന്നു. അതിൻ്റെ പദച്ഛേദം തൊട്ട് താഴെ നമുക്ക് കാണാൻ സാധിക്കും. ന അഭവത്, ആദ്യത്തെ ന അധികം അഭവത് ചേർത്ത് എഴുതുമ്പോൾ നാഭവത്. ന് ആ, അതിലൊരു ആയുണ്ട്, അടുത്തതിലും ഒരു ആയുണ്ട്, രണ്ടായുണ്ട് ചേരുമ്പോൾ ദീർഘം വരും, നാഭവത് എന്നാവും. അടുത്തത് ഏകൈകോപി, ഏകൈകഹ അധികം അപി എന്നാണ്. ആ പ്രസ്തേഷൻ ചിഹ്നം വരുന്നത് ആ എന്നതിനാണ് പിന്നീട് പിരിച്ചു എഴുതുമ്പോൾ സൂചിപ്പിക്കുക. ഇക്ത്യുക്ത്വ, ഇതി അധികം ഉക്ത്വ വരുമ്പോൾ ഇക്ത്യുക്ത്വ, ഈയും ഊവും കൂടെ ചേർന്ന് സംയുക്താക്ഷരം വന്ന് യാ വരും, ഇക്ത്യുക്ത്വ എന്നാവുന്ന പറയുന്നത്. താം ആവിഷ്കൃതിയും, താം പ്ലസ് ആവിഷ്കൃതി പിരിച്ചു എഴുതുമ്പോൾ താം ആവിഷ്കൃതി. തസ്യൈവ, തസ്യ അധികം ഏവ, ഇങ്ങനെ ഈ പദച്ഛേദം അവസാനിക്കുകയാണ്. അടുത്ത പേജ് നോക്കാം. വിഗ്രഹം കൊടുത്തേണ്ട വിശേഷണ ഗ്രഹണം, വിശദമായി തിരിച്ചറിയേണ്ടതാണ്. വിഗ്രഹം പരത്തി പറയേണ്ടതാണ്. നമുക്ക് നോക്കാം. വിസ്മയ ഹേതുഹു, വിസ്മയസ്യ ഹേതുഹു, വിസ്മയത്തിൻ്റെ ഹേതുവാണ് വിസ്മയ ഹേതു. ഖിന്ന മാനസഹ, ഖിന്നം മാനസം യസ്യ സഹ, വിഷമത്തോടു കൂടിയ മനസ്സ് ആർക്കാണോ ഉള്ളത് അവൻ, വിഷമത്തോടുകൂടി മനസ്സോടുകൂടിയവൻ ആരോ അവൻ. പ്രശാന്ത ചിത്തഹ, അതുപോലെ തന്നെയാണ്. പ്രശാന്തം ചിത്തം യസ്യ സഹ, പ്രശാന്തമായ ശാന്തമായ മനസ്സ്, ചിത്തം എന്ന് വെച്ചാലും മനസ്സാണ്, യസ്യ സഹ ആർക്കാണുള്ളത് അദ്ദേഹം. വിശ്വവിഖ്യാത, വിശ്വവിഖ്യാത, ലോകത്തിൽ പ്രസിദ്ധമായത് വിശ്വവിഖ്യാത എന്ന് വിഗ്രഹങ്ങളും നമുക്കിവിടെ കാണാം. പേജ് നമ്പർ 60 തൊട്ട് താഴെയായിട്ട് പഠന പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയാണ്. ഒന്നാമത്തെ പഠന പ്രവർത്തനം പാഠഭാഗം സസ്വരം വാചയതു എന്നാണ്. പാഠഭാഗം ഉച്ചത്തിൽ വായിക്കുക എന്നാണ്. അത് വ്യക്തിശഃ സംഘശഃ, അതായത് ഓരോരോ കുട്ടികളെ കൊണ്ടും ഗ്രൂപ്പായിട്ടൊക്കെ നമുക്ക് വായിപ്പിക്കാവുന്നതാണ്. അപ്പോൾ അത് സംഘവായനയ്ക്കും വ്യക്തി വാചനത്തിനുമായിട്ടൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ഉറക്കെ വായിക്കാനായിട്ട് പരിശീലിപ്പിക്കാവുന്നതാണ്. അടുത്തത് മാതൃക അനുസാരം ആത്മമിത്രായ ലേഖം ലിഖതു, ഒരു മാതൃക തന്നിരിക്കുകയാണ്. അതുപോലെ ആത്മമിത്രായ ബെസ്റ്റ് ഫ്രണ്ടിന് ഒരു ലേഖം ലിഖതു, ഒരു ലെറ്റർ എഴുതാനാണ് കൊടുത്തിരിക്കുന്നത്. ഒരു മാതൃക ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഒരു ഇല്ലൻഡിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലാണ്. ഇല്ലൻഡൊക്കെ അറിയാമെന്ന് കരുതുന്നു. ഇല്ലൻഡ് എന്ന് പറയുന്ന ലെറ്റർ എഴുതാൻ ഉപയോഗിച്ചിരുന്ന ഇല്ലൻഡിൻ്റെ മാതൃകയിലാണ് കൊടുത്തിരിക്കുന്നത്. അതിങ്ങനെ തുറക്കുമ്പോൾ
വലതുവശത്ത് റൈറ്റ് സൈഡിന് മുകളിലായിട്ട് ചെന്നൈ, അതായത് ലെറ്റർ എഴുതുമ്പോൾ സ്ഥലവും ഡേറ്റും വലതുവശത്ത് മുകളിൽ കൊടുക്കണം. ഇപ്പോൾ ഇവിടെ ചെന്നൈ എന്ന് കൊടുത്തേക്കാണ്. തൊട്ട് താഴെ 23/3/2024 അവിടെ ഡേറ്റ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതങ്ങനെ ഡേറ്റ് പ്ലേസ് നമ്മൾ കാണുന്നു, പ്ലേസ് ഡേറ്റ് കാണുന്നു. ഇടതുവശത്തായിട്ട് പ്രിയ താത, നമ്മളൊരു ഒരു അഭിസംബോധന ചെയ്യണം, അതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. പ്രിയ താത, ഇവിടെ അച്ഛനാണ് ലെറ്റർ എഴുതിയിരിക്കുന്നത്. നമുക്ക് നോക്കാം. പ്രിയ താത എന്ന് സംബോധന ചെയ്തിരിക്കുകയാണ്. പ്രിയപ്പെട്ട അച്ഛ എന്നാണ് സംബോധന ചെയ്തിരിക്കുന്നത്. സുഖിനഃ ഖലു, സുഖമല്ലേ? അത്രാഹം സസുഖം വസാമി, ഞാനിവിടെ സുഖത്തോടുകൂടി വസിക്കുന്നു. തഥാപി മമ മനഃ യുഷ്മാഭിഹി സാഗമേവ, എന്നിട്ടും എൻ്റെ മനസ്സ് നിങ്ങളുടെയൊക്കെ കൂടെയാണ്. ഒരു കുട്ടി വീട്ടിൽ നിന്ന് പിരിഞ്ഞിരിക്കുന്ന കുട്ടിയാണെന്ന് നമുക്കിത് ഇന്ന് മനസ്സിലാക്കാം. കലാലയെ വിദ്യമാനാഹ സർവേ സൗഹൃദേന വർത്തന്തെ, കോളേജിലുള്ള എല്ലാവരും കോളേജിൽ കാണുന്ന എല്ലാവരും എല്ലാവരും സൗഹൃദേന വർത്തന്തെ, സൗഹൃദത്തോടു കൂടിയാണ് ഉള്ളത്. അത്ര വാചനായ വിസ്തൃത ഗ്രന്ഥശാല തഥാ ക്രീഡാർത്ഥം അങ്കണം ച വർത്തതെ, ഇവിടെ പഠിക്കാനായിട്ട് അല്ലെങ്കിൽ വായിക്കാനായിട്ട് വിസ്തൃതമായൊരു ഗ്രന്ഥശാല, ലൈബ്രറിയും തഥാ ക്രീഡാർത്ഥം കളിക്കാനായിട്ട് അങ്കണം, നല്ലൊരു മൈതാനം ഉണ്ടെന്ന് അർത്ഥം. അങ്കണം എന്ന് വെച്ചാൽ ശരിക്കും മുറ്റുന്നതാണ്. ക്രീഡാ അങ്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ മൈതാനം എന്നാണ് അർത്ഥം വരിക, കളിക്കുന്ന മൈതാനം. ഉദ്യാനെ ഡയമാനാഹ ചിത്രപതംഗാഹ കിയൻ മനോഹരാഹ, ഉദ്യാനത്തിൽ പറക്കുന്ന ചിത്രശലഭങ്ങൾ എത്ര മനോഹരങ്ങളാണ്. കലാലയെ ശാസ്ത്രപരീക്ഷണായ ബൃഹതി പരീക്ഷണശാല അസ്തി ഇത്യേതത് മേ സന്തോഷഹേതുർഭവതി, കലാലയത്തിൽ കോളേജിൽ സയൻസിൻ്റെ പരീക്ഷണങ്ങൾക്കായിട്ട് ബൃഹതി വളരെ വലിയ പരീക്ഷണശാലയുണ്ട്. ഇത്യേതത് എന്ന ഈ കാര്യം മേ എനിക്ക് സന്തോഷഹേതുവായിട്ട് തീരുകയാണ്. മാതുഹു ജന്മദിനെ അഹം നിശ്ചയേന തത്ര ആഗമിഷ്യാമി ഇതി മന്യേ, അമ്മയുടെ ബർത്ത്ഡേയിൽ ജന്മദിനത്തിൽ ഞാൻ തീർച്ചയായും അവിടെ വരാമെന്ന് ചിന്തിക്കുന്നു. സർവേഷാം മമ സ്നേഹാന്വേഷണാനി, അപ്പോൾ ഇങ്ങനെ ലെറ്ററിൻ്റെ ബോഡി അവിടെ തീരുകയാണ്. അതിനുശേഷം താഴെ നമ്മൾ ക്ലോസ് ചെയ്യണത് സർവേഷാം മമ സ്നേഹാന്വേഷണാനി, എല്ലാവർക്കും എൻ്റെ സ്നേഹാന്വേഷണങ്ങൾ. എങ്ങനെ ഒരു വാചകം പറഞ്ഞുകൊണ്ട് വേണം നമുക്ക് ലെറ്റർ അവസാനിപ്പിക്കാനായിട്ട്. അപ്പോൾ ഫ്രണ്ട്ലി ലെറ്റർ ആണെങ്കിൽ അത്തരത്തിൽ, അല്ലാതെ ഒഫീഷ്യൽ ലെറ്റർ ആണെങ്കിൽ അത്തരത്തിൽ. ഇവിടെ അച്ഛൻ എഴുതിയ ഒരു മകൾ എഴുതിയ ലെറ്ററാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. സസ്നേഹം, സ്നേഹത്തോടെ എന്ന് പറഞ്ഞുകൊണ്ട് ശാരിക എന്ന പെൺകുട്ടി എഴുതിയ അച്ഛൻ എഴുതിയ ലെറ്ററാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതേപോലെ ആത്മമിത്രായ ലേഖം ലിഖതു എന്നാണ് പ്രവർത്തനം. നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടിന് ഒരു കത്ത് എഴുതാനാണ്, എന്തെങ്കിലും ഒരു വിഷയത്തെ സംബന്ധിച്ച് കത്ത് എഴുതാനാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഞാനൊരു മാതൃക നിങ്ങൾക്കായിട്ട് ഇവിടെ കൊടുക്കുന്നുണ്ട്. രാഹുൽ എന്ന് പേരുള്ള ഒരു കുട്ടി തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരന് ഒരു ലെറ്റർ എഴുതുകയാണ്. അവൻ പോയ ഒരു ടൂറിൻ്റെ വിശേഷങ്ങളാണ് പങ്കുവയ്ക്കുന്നത്. വളരെ ചെറിയൊരു ലെറ്ററാണ്. നിങ്ങൾ അതുപോലെ തന്നെ വളരെ ചെറുതായിട്ടൊരു ലെറ്റർ എഴുതിയാൽ മതി. ഈ ശ്രദ്ധിക്കേണ്ട കാര്യം ഡേറ്റ്, പ്ലേസ്, അതുപോലെ തന്നെ സല്യൂട്ടേഷൻ, അഭിവാദനം, ഈ പ്രിയതാത പോലെയുള്ള എന്തൊരു കാര്യം ചേർക്കണം. അവസാനം ക്ലോസിംഗ് ആയിട്ട് ചേർക്കേണ്ട വാചകങ്ങളും ഒക്കെ ചേർത്തിട്ട് വേണം ലെറ്റർ ക്ലോസ് ചെയ്യാൻ. ഇതാണ് അതിൻ്റെ ശരിയായ മാതൃക. ഇതേപോലെ എഴുതുമ്പോഴാണ് ഫുള്ളായിട്ടൊരു ലെറ്ററിന് മാർക്ക് ലഭിക്കുക. ഇതെല്ലാത്തിനും ഓരോരോ മാർക്കുകൾ നമുക്ക് സ്കോർ ചെയ്യാനുണ്ട്. അപ്പോൾ ആ ലെറ്റർ നമുക്കൊന്ന് നോക്കാം. മുകളിൽ ഞാൻ ഹെഡിങ് കൊടുത്തിട്ടുണ്ട്, ആത്മമിത്രായ ലേഖം, പ്രിയപ്പെട്ട കൂട്ടുകാരനൊരു കത്ത്. കത്തിൻ്റെ വലതുവശത്ത് മുകളിലായിട്ട് റൈറ്റ് സൈഡിലായിട്ട് എറണാകുളം എന്ന സ്ഥലം കൊടുത്തിട്ടുണ്ട്. ഡേറ്റ് 6/1/2025 എന്ന് കൊടുത്തിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിലായിട്ട് പ്രിയമിത്ര, അവിടെ ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. ആ പ്രിയമിത്ര കുറച്ചുകൂടി താഴോട്ട്, അതായത് ആ ഡേറ്റിൻ്റെ താഴെയായിട്ട് രീതിയിൽ വരണം. ഞാൻ ഒത്തിരി മുകളിലാണ് കൊടുത്തിരിക്കുന്നത്, അതൊരു മിസ്റ്റേക്ക് പറ്റിയാണ്. അപ്പോൾ പ്രിയമിത്ര എന്ന് കൊടുക്കുന്നു. പ്രിയപ്പെട്ട മിത്രമേ, കഥമസി അഹം കുശലഹ കുശല, എങ്ങനെയുണ്ട്, ഞാൻ സുഖമായിരിക്കുന്നു. കുശല, പെൺകുട്ടിയെ പറഞ്ഞെങ്കിൽ ഞാൻ സുഖമായിരിക്കുന്നു പറയുമ്പോൾ കുശല എന്നാണ് പറയേണ്ടത്, ആൺകുട്ടിയാണെങ്കിൽ കുശലഹ എന്നാണ് പറയേണ്ടത്. ഗത സപ്താഹേ വയം പാലക്കാട് ദേശസ്യ വിവിധാനി സ്ഥാനാനി ദ്രഷ്ടും പഠനയാത്രാം കൃതവന്തഃ, കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ പാലക്കാടിലുള്ള വിവിധങ്ങളായ സ്ഥലങ്ങൾ കാണുവാനായി പഠനയാത്രാം കൃതവന്തഃ, പഠനയാത്ര ചെയ്തു. തത്ര വയം ടിപ്പോഹോ ദുർഗം, സീതാർകുണ്ട് ജലപാതഃ, മലമ്പുഴ പർപ്പരീകഃ ഉദ്യാനം ച ദൃഷ്ടവന്തഃ, അവിടെ ഞങ്ങൾ ടിപ്പു സുൽത്താൻ്റെ കോട്ട,
സീതാർകുണ്ട് ജലപാത, സീതാർകുണ്ട് വെള്ളച്ചാട്ടം, മലമ്പുഴ പർപ്പരിക, മലമ്പുഴ ഡാം, ഉദ്യാനവും അതും കൂടി എന്നർത്ഥം, ദൃഷ്ടവന്ത കണ്ടു. ശിക്ഷകാഹ സർവം സ്പഷ്ടം വ്യാഖ്യാതവന്തഃ, അധ്യാപകർ എല്ലാം വളരെ വിശദമായിട്ട് പറഞ്ഞു തന്നു, വിവരിച്ചു തന്നു. യാത്ര അത്യന്തം ആനന്ദദായിനി ആസീത്, യാത്ര സ്ത്രീലിംഗ ശബ്ദമായതുകൊണ്ട് അത്യന്തം ആനന്ദദായിനി, വളരെയധികം ആനന്ദദായിനി ആയിരുന്നു എന്ന് പ്രയോഗിച്ചിരിക്കുന്നു. അഹം ഭവതഃ പത്രസ്യ പ്രതീക്ഷാം കരോമി, ഞാൻ നിന്റെ ലെറ്ററിനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. സസ്നേഹം രാഹുൽ, സ്നേഹത്തോടെ രാഹുൽ എന്ന് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു ലെറ്റർ കൊടുത്തിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇതുപോലെ വളരെ ചുരുക്കത്തിൽ തന്നെ ഒരു മനോഹരമായ ലെറ്റർ എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ, ഇങ്ങനെ ആ പ്രവർത്തനം അവസാനിക്കുകയാണ്. അടുത്ത പ്രവർത്തനം നോക്കാം. ഭാരതീയ ശാസ്ത്രകാരാൻ തേഷാം ഗ്രന്ഥതല്ലജാൻ ച യഥോചിതം യോജയതു, ഭാരതീയരായ ശാസ്ത്രകാരന്മാർ അവരിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന ഗ്രന്ഥങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. പതഞ്ജലി, ആര്യഭട, വാഗ്ഭട, ഭാസ്കരാചാര്യ, സംഗമഗ്രാമമാധവ എന്നിവരുടെ പേരുകൾ അവിടെ ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്നു. റൈറ്റ് സൈഡിലായിട്ട് ലീലാവതി, വേണ്വാരോഹം, യോഗശാസ്ത്രം, അഷ്ടാംഗ ഹൃദയം, ആര്യഭടീയം എന്ന ഗ്രന്ഥങ്ങളും കൊടുത്തിരിക്കുന്നു. കൃത്യമായിട്ട് അതെങ്ങനെ യോജിപ്പിക്കാമെന്ന് മാതൃക ഇവിടെ നോക്കാം. ഞാൻ പരസ്പരം വരകൾ കൊണ്ട് യോജിപ്പിക്കാതെ ശരിയായ ഉത്തരം റൈറ്റ് സൈഡിൽ എഴുതുകയാണ് ചെയ്തിട്ടുള്ളത്. പതഞ്ജലി യോഗശാസ്ത്രം, ആര്യഭടീയം, വാഗ്ഭട, അഷ്ടാംഗ ഹൃദയം, ഭാസ്കരാചാര്യ, ലീലാവതി, സംഗമഗ്രാമമാധവ, വേണ്വാരോഹം എന്നാണ് ഇവരുടെ ഗ്രന്ഥങ്ങളും അവരുടെ പേരുകളും. ഈ തല്ലജം എന്ന വാക്കോടെ കൊടുത്തിട്ടുണ്ട്, ഗ്രന്ഥതല്ലജം, അതായത് അവരിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നത് എന്നർത്ഥത്തിലാണ് ഇവിടെ അത് പ്രയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, അടുത്ത പ്രവർത്തനത്തിലേക്ക് പോകാം. ഹ്യഹ, അദ്യ, ശ്വഹ ഇത്യാദീനി അവ്യയാനുപയുജ്യ സൂചനാനുസാരം വാക്യാനി രചയതു എന്നാണ് പ്രവർത്തനം. ഇന്നലെ, ഇന്ന്, നാളെ. ഹ്യഹ എന്ന് വെച്ചാൽ ഇന്നലെ, അദ്യ ഇന്ന്, ശ്വഹ നാളെ. ഇങ്ങനെയുള്ള അവ്യയങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള സൂചനാനുസാരം വാക്യങ്ങൾ ഉണ്ടാക്കാനാണ് പറയുന്നത്. ഒരു മാതൃക കൊടുത്തേണ്ട. യഥാ ഇതേപോലെ, ഹ്യഹ വിദ്യാലയം അഗച്ഛത്, ഇന്നലെ വിദ്യാലയത്തിൽ പോയി. അദ്യ വിദ്യാലയം ഗച്ഛതി, ഇന്ന് വിദ്യാലയത്തിൽ പോകുന്നു, വിദ്യാലയത്തിലേക്ക് പോകുന്നു. ശ്വഹ വിദ്യാലയം ഗമിഷ്യതി, നാളെ വിദ്യാലയത്തിലേക്ക് പോകും. അപ്പോൾ അഗച്ഛത്, ഗച്ഛതി, ഗമിഷ്യതി, നടുക്കുള്ള രൂപത്തെ ശ്രദ്ധിക്കുക. അവിടെ നിന്ന് ലെഫ്റ്റും റൈറ്റും നോക്കുക. ഗച്ഛതി ആണെങ്കിൽ ലങ് ലകാരം, അതായത് ഇന്നലത്തെ കാര്യമാണെങ്കിൽ ഹ്യഹയാണെങ്കിൽ അഗച്ഛത്, നാളത്തെ കാര്യമാണെങ്കിൽ ഗമിഷ്യതി. ഗച്ഛതി, അഗച്ഛത്, ഗമിഷ്യതി. ഗച്ഛതി നടുക്ക്, ലെഫ്റ്റ് സൈഡിൽ അഗച്ഛത്, ഇന്നലത്തെ കാര്യം പറയുമ്പോൾ റൈറ്റ് സൈഡിൽ ഗമിഷ്യതി. ഇങ്ങനെയാണെങ്കിൽ താഴെയുള്ള രൂപങ്ങൾ എഴുതാനാണ്. അതിൽ ആദ്യത്തെ ഹ്യഹ എന്നതിൻ്റെ അവിടുത്തെ രൂപങ്ങളൊന്നും തന്നെ എഴുതിയിട്ടില്ല, ആ വാചകം എഴുതിയിട്ടില്ല. നടുക്ക് സംസ്കൃതം പഠതി എന്ന് കാണാം, വലതുവശത്ത് പഠിഷ്യതി കാണാം. അടുത്ത ചോദ്യത്തിലാണെങ്കിൽ ഹ്യഹ എന്നതിൻ്റെ നടുക്കുള്ള എഴുതിയിട്ടുണ്ട്, വാചകത്തിൻ്റെ നടുക്കുള്ള ഭാഗം എഴുതിയിട്ടുണ്ട്, ശാഗാന്നം എഴുതിയിട്ടുണ്ട്. രണ്ടാമത്തെ രൂപം ഒന്നും എഴുതിയിട്ടില്ല. മൂന്നാമത്തെ രൂപത്തിൽ ഖാദിഷ്യതി എന്ന് കാണാം. ലെഫ്റ്റ് സൈഡ് അടുത്തത് കന്തുകം എന്ന് കാണാം, അതിൻ്റെ ആദ്യത്തെ ഭാഗം കാണുന്നില്ല. അതുപോലെ നടുക്കുള്ള രൂപം എഴുതിയിട്ടേ ഇല്ല. വലതുവശത്ത് ക്രീഡിഷ്യതി, ശ്വഹ എന്നതിന് ഉള്ള ക്രീഡിഷ്യതി എഴുതിയിട്ടുണ്ട്. അപ്പോൾ ക്രീഡിഷ്യതി എന്ന വാക്കിൽ നിന്ന് ക്രീഡതി എന്ന വാക്കാണ് വരേണ്ടതെന്ന കാര്യം നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഖാദിഷ്യതിയിൽ ഖാദതിയും അഖാദതുമാണ് വരേണ്ടത്. പഠിഷ്യതിയിൽ അപഠതും പഠതിയാണ് വരേണ്ടത്, നമ്മൾ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ എങ്ങനെയാണിത് യോജിപ്പിക്കേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം. വീഡിയോയുടെ സ്ക്രീനിൽ വലുതായി കാണാൻ വേണ്ടി ഞാൻ ഒരേ റോയിലല്ലാതെ എഴുതിയിരിക്കുന്നത്, മൂന്നായിട്ട് താഴെയാണ് എഴുതിയിരിക്കുന്നത്. ഒന്നാമത്തത് ഹ്യഹ സംസ്കൃതം അപഠത് എന്നാണ് ആദ്യത്തെ രൂപം എഴുതേണ്ടത്. നടുക്കത്തെ രൂപത്തിൽ അദ്യ സംസ്കൃതം പഠതി. മൂന്നാമത്തെ രൂപത്തിൽ ശ്വഹ സംസ്കൃതം പഠിഷ്യതി എന്നാണ് വരേണ്ടത്. ഇന്നലെ സംസ്കൃതം പഠിച്ചു, ഇന്ന് സംസ്കൃതം പഠിക്കുന്നു, നാളെ സംസ്കൃതം പഠിക്കും. അതുപോലെ തന്നെ അടുത്ത രണ്ടാമത്തെ അതിനകത്ത് ഹ്യഹ ശാകാന്നം അഖാദത്, ഇന്നലെ വെജിറ്റബിൾ റൈസ് കഴിച്ചു. അദ്യ ശാകാന്നം ഖാദതി, ഇന്ന് വെജിറ്റബിൾ റൈസ് കഴിക്കുന്നു. ശ്വഹ ശാകാന്നം ഖാദിഷ്യതി, നാളെ വെജിറ്റബിൾ റൈസ് കഴിക്കും. അടുത്തത് ഹ്യഹ കന്തുകം അക്രീഡത്, ഇന്നലെ പന്ത് കളിച്ചു. അദ്യ കന്തുകം ക്രീഡതി, ഇന്ന് പന്ത് കളിക്കുന്നു. ശ്വഹ കന്തുകം ക്രീഡിഷ്യതി. ഇങ്ങനെയാണ് രൂപങ്ങൾ വരേണ്ടത്. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ചിലർക്ക് തോന്നും ഈ ആദ്യത്തെ ഹ്യഹ എന്നതിൽ എല്ലാത്തിലും തന്നെ നമ്മൾ നടുക്കൊടുത്തിരിക്കുന്ന വാക്കിനെ, അതായത് കർമ്മം നമ്മൾ പറയും, അതിനെ സംസ്കൃതം അതിനകത്ത് മ ഉണ്ട്, ശാകാന്നത്തിൽ മ ഉണ്ട്, കന്തുകത്തിലും മ ഉണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത്? ബാക്കി എല്ലാത്തിലും അതില്ല താനും. അപ്പോൾ അറിയേണ്ടത് സ്വരാക്ഷരങ്ങൾക്ക് മുമ്പിലാണ് ഈ വരുന്ന വാക്ക്, അതായത് സംസ്കൃതം, ശാകാന്നം, കന്തുകം തുടങ്ങിയ വാക്കുകൾ വരുമ്പോൾ, അതായത് നപുംസകലിംഗത്തിലെ പ്രയോഗങ്ങൾ വരുമ്പോൾ മ എന്ന് ഫുള്ളായിട്ട് എഴുതണം. അതല്ലാത്തതിൽ
അത് വരുന്നതല്ല. അങ്ങനെ സ്വരാക്ഷരങ്ങൾ പിന്നീട് ഈ വാക്കിന് പിന്നീട് വന്നു കഴിഞ്ഞാൽ ആയോ ഈയോ ഊവോ ഒക്കെ വന്നു കഴിഞ്ഞാൽ അപ്പം നമ്മൾ ഇപ്പോൾ ആ അക്ഷരം മ എന്നുള്ള ചെരിച്ചുള്ള അത് തന്നെ കൊടുക്കണം, അല്ലെങ്കിൽ മുകളിൽ കുത്തിട്ടാൽ മതി. ഓക്കെ. പാഠഭാഗത്തെ അവസാന പ്രവർത്തനത്തിലേക്ക് പോകാം. അത് ഇപ്രകാരമാണ്: സൂചനാനുസാരം ശാസ്ത്രകാരാണാം ചിത്രാനുപയുജ്യ സമ്പുടം നിർമ്മാതു. ചിത്രസമ്പുടം ഉണ്ടാക്കാനാണ്. ഈ ചിത്രസമ്പുടത്തെക്കുറിച്ച് പലർക്കും പല സംശയങ്ങളുണ്ട്. ഈ സംശയങ്ങൾ പരിഹരിക്കാനായിട്ട് ഞാനതൊന്ന് സെർച്ച് ചെയ്തൊക്കെ നോക്കിയിരുന്നു. അപ്പം നമ്മൾ തിരിച്ചറിയേണ്ട കുറച്ച് വസ്തുതകളുണ്ട്. അതായത് നമ്മൾ പ്രൊഫൈൽ തയ്യാറാക്കുന്ന പോലെയല്ല ചിത്രസമ്പുടം ഉണ്ടാക്കേണ്ടത്. ചിത്രം വേണം, കൂടാതെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ അതിനെ നോട്ട് ചെയ്തുകൊണ്ട് വിവിധ വർണ്ണങ്ങളിലോ അല്ലെങ്കിൽ ബുള്ളറ്റ്സ് ഒക്കെ കൊടുത്തുകൊണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം ചേർത്താണ് നമ്മൾ ഈ ചിത്രസമ്പുടം. അപ്പോൾ ചിത്രസഹിത സമ്പുടമാണ് ഉണ്ടാക്കേണ്ടത്. ചിത്രം വേണം, വിവരണവും വേണം, എന്നാൽ പ്രധാനപ്പെട്ടതായിരിക്കും വേണം. അങ്ങനെയാണ് വിവരണം ഉണ്ടാക്കേണ്ടത്. ഇവിടെ നാമ ഒരു മോഡൽ കൊടുത്തേക്കാണ്. നാമ CV രാമൻ, പുരസ്കാര നൊബേൽ ഭാരതരത്നം, യോഗദാനം രാമൻ പ്രഭാവ. ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഇത് അനുസരിച്ച് ഒരു സമ്പുടം ഉണ്ടാക്കണം. അപ്പോൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തിട്ട് ഫോട്ടോസ് എടുത്തിട്ട് ഒരു ഡിജിറ്റൽ ഡോക്യുമെൻറ്റേഷൻ പോലെയോ അല്ലെങ്കിൽ അല്ലാതെയോ നമുക്കത് ഉണ്ടാക്കാവുന്നതാണ്. ചിത്രസമ്പുടം നമ്മുടെ സചിത്ര പുസ്തകത്തിലൊക്കെ, സംസ്കൃതത്തിന് സചിത്ര പുസ്തകമൊക്കെ ചിലപ്പോൾ ഉണ്ടാവാം, അതിലൊക്കെ നമുക്കിത് ഒട്ടിച്ച് ചെയ്യുകയൊക്കെ ചെയ്യാം. അങ്ങനെ ചെയ്യേണ്ട പ്രവർത്തനമാണ്. അതിൻ്റെ ഒരു മോഡൽ ഞാനിവിടെ അവതരിപ്പിക്കുകയാണ്. നമ്മുടെ പുസ്തകത്തിൽ CV രാമനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളതെങ്കിലും ഞാനിവിടെ ജഗദീഷ് ചന്ദ്രബോസ് ശാസ്ത്രകാരാണാം എന്നാണ് പറഞ്ഞേക്കണം. അപ്പോൾ ഏതെങ്കിലും ശാസ്ത്രജ്ഞന്മാരുടെ മതി. അപ്പോൾ ഞാൻ ജഗദീഷ് ചന്ദ്രബോസ് അല്ലെങ്കിൽ JC ബോസിൻ്റെയാണ് കൊടുത്തിരിക്കുന്നത്. ഹെഡിങ് ആയിട്ട് വിവരണ സഹിതം ചിത്രസമ്പുടം എന്ന് പ്രവർത്തനത്തിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്. JC ബോസ് എന്ന് ചുവന്ന നിറത്തിൽ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പടം കൊടുത്തിട്ടുണ്ട്. നാമയുടെ അവിടെ ഞാനൊരു പേനയുടെ പേര് കൊടുത്തേക്കാണ് പേര്. ജഗദീഷ് ചന്ദ്രബോസ് എന്ന് എഴുതിയിട്ടുണ്ട്. പച്ച നിറത്തിൽ അദ്ദേഹം ജന്മമെടുത്ത് ഒരു ഹിൻ്റ് ഒരു ഇമേജ് കൊടുത്തിട്ട് ജന്മ അവിടെ കൊടുത്തിട്ടുണ്ട്. 1858 നവംബർ 30 വിക്രംപൂർ ബംഗാളിലാണ് ഉണ്ടായത്. കർമ്മമേഖല ഒരു സൂട്ട് കേസ് ഞാൻ അങ്ങോട്ട് കൊടുത്തേക്കാണ്. കർമ്മമേഖല ജീവശാസ്ത്രവും ഭൗതികശാസ്ത്രവുമാണ്. അപ്പോൾ അടുത്ത് ബയോളജിയും ഫിസിക്സും. യോഗദാനം ക്രെസ്കോഗ്രാഫ്, റേഡിയോ മൈക്രോവേവ്സ്, ക്രിസ്റ്റൽ ഡിറ്റക്ടർ, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കണ്ടുപിടുത്തങ്ങളാണ്. ഈ മരങ്ങളുടെ വളർച്ചയൊക്കെ നിരീക്ഷിക്കുന്ന ക്രെസ്കോഗ്രാഫ്, JC ബോസ് അതിന് പ്രസിദ്ധനായ വ്യക്തിയാണ്. റേഡിയോ മൈക്രോവേവ്സ്, അത് റേഡിയോ മൈക്രോവേവുകളെ കുറിച്ച് ചെറിയ ലഘു തരംഗങ്ങളെക്കുറിച്ച് പഠിച്ച അദ്ദേഹത്തിൻ്റെ പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളൊക്കെ അതിൽ പ്രസിദ്ധമാണ്. ക്രിസ്റ്റൽ ഡിറ്റക്ടർ, ഇതൊക്കെ ഇതിൻ്റെ പ്രധാനപ്പെട്ട യോഗദാനം വെച്ചാൽ അതിൻ്റെ പ്രധാനപ്പെട്ട നേട്ടങ്ങളാണ്, അല്ലെങ്കിൽ അദ്ദേഹം നൽകിയ സംഭാവനകളാണ്. പുരസ്കാരങ്ങൾ ഒരു ട്രോഫിയുടെ ചിഹ്നം കൊടുത്തിട്ടുണ്ട്. ഓർഡർ ഓഫ് ദ ഇന്ത്യൻ എംപയർ, ഓർഡർ ഓഫ് ദ സ്റ്റാർ ഓഫ് ഇന്ത്യ, അത് ബ്രിട്ടീഷ് ഇന്ത്യ ഭരണകാലത്ത് കൊടുത്ത ആണ്. ഇത് രണ്ടും അതുകൊണ്ടാണ് ആ രീതിയിൽ കൊടുത്തിരിക്കുന്നത്. ഓർഡർ ഓഫ് ദ ഇന്ത്യൻ എംപയർ, ഓർഡർ ഓഫ് ദ സ്റ്റാർ ഓഫ് ഇന്ത്യ. ഞാൻ ഇംഗ്ലീഷിൽ കൊടുത്തെന്നുള്ളൂ. മൃത്യുഹു, അപ്പോൾ അവിടെ ഒരു ശവപ്പെട്ടിയുടെ ഇതാണ് കൊടുത്തേക്കുന്നത്. അവിടെ 1937 നവംബർ 23 ബംഗാളിൽ വെച്ചാണ് മരിച്ചത്. അതുപോലെ തന്നെ ഇത്തരത്തിൽ പ്രധാനപ്പെട്ട മാത്രം അച്ഛൻ്റെ അമ്മയുടെ പേരോ അതൊന്നും വേണ്ട, പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം വിവിധ വർണ്ണത്തിലും ഇങ്ങനെയുള്ള ബുള്ളറ്റ്സ് നമ്പർ കൊടുത്തിട്ടാണ് ചിത്രസമ്പുടം എന്ന് പറഞ്ഞ് ഉണ്ടാക്കേണ്ടത്. പ്രൊഫൈൽ പോലെയല്ല ഇത്. പ്രൊഫൈലിൻ്റെ മറ്റൊരു രൂപമാണ്. പക്ഷേ ചിത്രസമ്പുടം എന്ന് പറയുമ്പോൾ ഇത്തരത്തിലാണ് കൊടുക്കേണ്ടത്. ഇങ്ങനെ ഈ പാഠത്തിലെ പ്രവർത്തനങ്ങൾ അവസാനിക്കുകയാണ്. ഒരു നീണ്ട പാഠമായിരുന്നു. അപ്പോൾ എല്ലാവരും വളരെ ഭംഗിയായിട്ട് ഇത് നോക്കുകയും നിങ്ങൾക്ക് സഹായകരമാവുമെന്ന് കരുതുന്നു. അപ്പം എല്ലാവർക്കും ഷെയർ ചെയ്ത് ഇത് എത്തിച്ചു കൊടുക്കുക, കമൻസുകളൊക്കെ അറിയിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി ധന്യവാദ. പുനർമിലാമഹ.